ഞാൻ വണ്ടിയിലാ ബന്ധിച്ച അങ്ങനെ കുറച്ചേരം അങ്ങനെ സൈഡാക്കി ഇട്ടതാ. എന്താ വണ്ടി കരിമ്പന്തോട്ടാ. ഇത് മഹാരാഷ്ട്രന്ന് കർണാടകത്തിലേക്ക് വരുന്ന വയ്യ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്ന ഒരു വീഡിയോ ആണ്. അർജുൻ വീട്ടിലോട്ട് അവസാനമായിട്ട് അയച്ചു കൊടുത്തൊരു വീഡിയോ ആണ്. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര സങ്കടം തോന്നുന്നൊരു വീഡിയോ തന്നെയാണ്. അർജുൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി. അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്താൽ തോന്നുന്നു, ആ ലോറി കണ്ടോ, ഇന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസാനത്തെ ആ ഒരു നിമിഷമല്ലേ, ഇപ്പോഴൊക്കെ ആ ഒരു ഇത് ഓർക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ആ ഒരു വേദന എത്രമാത്രം അതായിരിക്കില്ലേ, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഭയങ്കര സങ്കടം തോന്നുന്നൊരു വീഡിയോ തന്നെയാണിത്. എന്താ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പറയാൻ തന്നെ എന്താ പറയുക, പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും സങ്കടം ഉളവാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ ഒരു സൗണ്ടും അർജുൻ്റെ ആ ഒരു സൗണ്ടും എന്താണ്, കണ്ടോ ഇത് കണ്ടോ ചേച്ചി, ഇങ്ങനെ ഞാൻ പോകുന്ന ലോറിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസാനത്തെ ആ നിമിഷം, അവസാനത്തെ ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ തോന്നിയ അവൻ്റെ ആ ഒരു ഇത് എന്താ പറയുക, അവർ ആരും അറിയുന്നില്ല ആ ഒരു പോക്ക് മരണത്തിലേക്കാണ് എന്ന് ആരും അറിയുന്നില്ല. ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ച ആ ഒരു വീഡിയോ നമുക്ക് ആ ഒരു നിമിഷം സന്തോഷമായിരിക്കും, പിന്നെ അത് കാണുമ്പോൾ അത് തീരാ നോവായിട്ട് മാറിയിരിക്കുകയാണ്. അർജുൻ ഇന്ന് എന്താ എല്ലാവർക്കും ഒരാൾക്ക് പോലും വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും വിഷമം ഉളവാക്കുന്നൊരു വേർപാട് തന്നെയാണ് അർജുൻ്റേത്. ഭയങ്കര സങ്കടം തോന്നിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അതുപോലെ തന്നെ അർജുൻ്റെ ലോറി തിരിച്ചു കിട്ടിയതിന് ശേഷം അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന ആ സാധനങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. അതൊന്ന് കണ്ടു നോക്കൂ. അത് കണ്ടില്ലേ, അർജുൻ അവസാനമായിട്ട് പാചകം ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. കുക്കറും അതുപോലെ പാത്രങ്ങളും, ചോറ് പാചകം ചെയ്ത് അവരെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുക്കറും ആ പാത്രങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. അത് സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ 71 ദിവസം ആ വെള്ളത്തിൽ, അല്ലേ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വാക്കുകൾ പോലും പറയാൻ എന്താ പറയുക, വാക്കുകൾ പോലും കിട്ടുന്നില്ല. ആ കുക്കറും അവൻ ഉപയോഗിച്ച ആ കുക്കറും ആ പാത്രങ്ങളും, അതുപോലെ തന്നെ വേറൊരു ഇത് കണ്ടു, ആ മോന് വേണ്ടി വാങ്ങിച്ചൊരു ലോറി, അത് ഞാൻ കാണിക്കുന്നുണ്ട്. മോൻ എപ്പോഴും യാത്ര പോകുന്ന സമയത്ത് അവനക്ക് ലോറിയാണ് അത്ര, മോനക്കും അതുപോലെ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവൻ ഏത് യാത്രയിലും അങ്ങനെ ദൂരയാത്ര പോകുന്ന സമയത്ത് മോനക്ക് വേണ്ടിയിട്ട് ലോറി എപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ മോന് വാങ്ങിച്ച ആ ഒരു ലോറിയും അതിൽ കാണുന്നുണ്ട്. എന്താ പറയുക, അതൊന്നും കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലേ. അത്രയ്ക്കും വേദനാജനകമായിട്ടുള്ളൊരു മരണം തന്നെയാണ് അർജുൻ്റേത്. അർജുൻ തിരിച്ചു വരണേ എന്ന് ഓരോ മനുഷ്യരും ആഗ്രഹിച്ച് ഇരിക്കുമായിരുന്നു. ഈ 71 ദിവസമായിട്ടും ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇടിവെട്ടുന്ന പോലെയാണ് ആ ഒരു ന്യൂസ് കണ്ടത്, അർജുൻ്റെ മരണ വാർത്ത. ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയായിരുന്നു അർജുൻ്റെ
മരണം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് അവൻ ആ പാചകം ചെയ്ത ആ ഒരു പാത്രങ്ങളും അതുപോലെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച ആ ലോറിയും, അപ്പോൾ അവൻ്റെ ആ യാത്രയിലും എത്രമാത്രം അവൻ ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ മോന് വേണ്ടിയിട്ട് അവൻ ആ ഒരു ഇത് വെക്കുന്നുണ്ട് എന്നാണ്, ആ ഒരു സ്നേഹം ഇതാക്കി വെക്കുന്നുണ്ടെന്നാണ് ചിന്തിച്ചു പോകുന്നത്. അത്രയും വളയം പിടിച്ച് പോകുന്ന സമയത്തും ആ മോനെക്കുറിച്ച് മറക്കുകയും അവനെക്കുറിച്ച് ഒരു ചിന്തകളില്ലാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ മോന് വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ ജീവിതം മുഴുവൻ, അല്ലേ? അതൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ആ മോനിൽ നിന്നും പോയിരിക്കുന്നത്. ആ മോൻക്ക് ആ മോന് ചെറിയൊരു മോനാണ്. ആ മോനും അറിയാവുന്ന പ്രായമൊക്കെ ആയിട്ടുണ്ടല്ലോ. ആ മോനും സഹിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ. നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അത് മാത്രമേ പറയാൻ വാക്കുകളുള്ളൂ. നമുക്ക് എന്താ പറയുക, ഒരു ആശ്വാസ വാക്കുകൾ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു ഇതെല്ലാം പോയി. അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്താ പറയുക, അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പോയി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു തന്നെയാണ്. അതൊക്കെ കിടക്കുന്ന കാണുമ്പോഴേ, ആ പാത്രങ്ങളൊക്കെ ആ ഒരു ഇതിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ എങ്ങനെ സഹിക്കില്ലേ? നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു വേദന എത്രമാത്രം ഇതായിരിക്കും. അവരെ ഇനിയെങ്കിലും കുത്തി നോവിക്കാതിരിക്കുക. പല യൂട്യൂബേഴ്സും അതുപോലെ പല ആളുകളും അവർക്കൊക്കെ സങ്കടമില്ല, അവർ ഇങ്ങനെയാണ് മുടി അങ്ങനെ ഇട്ടിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തിനാണ് അവരെങ്ങനെ കുത്തി നോവിക്കുന്നത്? അവരുടെ വിഷമം അവർക്കെല്ലാം അറിയുള്ളൂ. അവരുടെ കുടുംബത്തിലൊരു ആളാണ് പോയിരിക്കുന്നത്. അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ 71 ദിവസം, ഈ 2.5 മാസം അവർ എന്താ പറയുക, മരിച്ചോ ജീവിച്ചോ, അർജുൻ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ നീറി കഴിയേണ്ടി വരുന്ന അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. മരിച്ചുവെങ്കിൽ മരിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട്, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതാം. ഇത് രണ്ടുമല്ലാത്ത ആ ഒരു രീതിയിലുള്ള അവരുടെ ഇത്രയും ദിവസത്തെ അവരുടെ ആ ഒരു തള്ളി നീക്കി അവരുടെ ആ ഒരു അവസ്ഥ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ ആ ഒരു വിഷമം അറിയുള്ളൂ. അപ്പം നമുക്കിവിടെ ചുറ്റും ഇരുന്ന് പറയാൻ എളുപ്പമാണ്, അവരിങ്ങനെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അവർ അനുഭവിച്ച ആ ഒരു വേദന, അത് ആർക്കും ഇത്രയും വേദന ആർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അത്രയും വേദനയാണ് ആ ഒരു കുടുംബം ഈ 2.5 മാസത്തിനുള്ളിൽ അനുഭവിച്ചത്. അതുപോലെ തന്നെ അവരെ പിച്ച് ചീന്താൻ വേണ്ടി കുറേ ആളുകൾ, എന്താ പറയുക, അങ്ങനെ വിഷമങ്ങളില്ല അത് ഇതെന്നൊക്കെ പറയാനും കുറേ ആളുകൾ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അർജുൻ പോയി. ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. എത്രമാത്രം നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ. ആ മോനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വേദന തോന്നുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. ആർക്കും ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ. അർജുൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയെല്ലാം ഇതായിട്ടാണ് ഇപ്പോൾ എന്താ പറയുക, അവൻ്റെ ആ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടില്ല. അത് അങ്ങനെ സമാധാനിക്കാം. അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് സമാധാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ. എന്തായാലും നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ അർജുൻ്റെ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതും ഞാനിങ്ങനെ കാണാനിടയായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് കണ്ടപ്പോൾ എൻ്റെ വിഷമം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഇത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയല്ലേ ഇപ്പോൾ ഏക മാർഗം. എത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.